നിൽക്കുമായിരുന്നു. അപ്പൊ ഈ കൊച്ചു കരഞ്ഞോണ്ട് വന്ന് ഈ വീട്ടിൽ കിടന്ന് വിളിക്കുന്നു. അപ്പൊ ഇവർ രണ്ടും കൂടി ഇല്ലെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓടി എന്തോ ചോദിച്ചുകൊണ്ട് അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഈ രണ്ടുപേരും അപ്പോഴും മരിച്ച് അവിടെ കിടക്കുക. അവരെങ്ങനെയെങ്കിലും താങ്ങി കൊടുക്കാൻ നെഞ്ചത്ത് ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ ഷോക്കടിച്ചാൽ ഓരോന്ന് പോരും. പക്ഷെ അപ്പോഴത്തേക്ക് വായിന്ന് കടവാതി പതയും വന്ന് ചെറിയും കറുത്ത് നിന്റെ മാറ് കരിയുകയും ചെയ്ത്. നിന്റെ മാറ് കരിഞ്ഞു. അന്നേരം അപ്പോഴും തന്നെ അവിടെ കൊച്ചു പിള്ളേർ ഓടിച്ചും താഴെ ചെന്ന് ഒരു ടാക്സി പിടിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് തന്നെ അതിനെ കൊണ്ടുപോയി. പിന്നെ ആ മരത്തെ നിന്നാണ്ട് ആ മരം നണ്ട് ഈ വൃത്തത്തിൽ പൊട്ടിയത്. അതാ ഈ സംഭവങ്ങൾ ഇത്രയും ഉണ്ടായത്. ഭയങ്കര നമുക്ക് ഈ നമുക്കിത് എങ്ങനെ എടുത്ത് വെക്കും? ഇടി ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു ഇടി നമുക്ക് പെര പൊത്തും പോയി നശിച്ചെന്ന്. അത്രയ്ക്ക് അങ്ങ് ഇടിയായിപ്പോയി. എത്ര ഇടിയാൽ എന്റെ കയ്യിലിരുന്ന പിച്ചാത്തി തെറിച്ച് അങ്ങ് ഊരെ പോയി. എനിക്ക് പിന്നെ അവിടുന്ന് എഴുന്നേക്കാൻ നോക്കാതെ പോയി. ഞാൻ വിചാരിച്ചു പെരയ്ക്ക് മൊത്തം ജീവ് എങ്ങനെയൊക്കെ ഫ്രിഡ്ജിന്റെ കമ്പ്യൂട്ടറിന്റെ ഇതെല്ലാം ഞാൻ വെച്ചാൽ നശിച്ചു വരിക്കുമെന്ന്. അന്നേരം ഈ സംഭവം ഞാനിതറിയുന്നത് ഇവര് മരിച്ചെന്നുള്ള വിവരം. മരിച്ചില്ല എന്നുള്ള ധാരണയില്ല നമുക്ക് നിന്നതേ. പിന്നെ മറ്റും മരിച്ചെന്ന് ഇവിടെ വെച്ചാൽ മരിച്ചുപോയി. വീടിന് സമീപത്തെ പുരയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടമ്മമാർ ഇടിമിന്നലേറ്റ് മരിച്ചു. പുനലൂർ കേളങ്കാവ് ഇടക്കുന്ന ഗോകുലത്തിൽ ചന്ദ്രബാബുവിൻ്റെ ഭാര്യ 55 വയസ്സുള്ള സരോജം, മഞ്ജു ഭവനിൽ പരേതനായ മോഹനന്റെ ഭാര്യ 58 വയസ്സുള്ള രജനി എന്നിവരാണ് മരണപ്പെട്ടത്. കേളങ്കാവ് ഇടക്കുന്നിൽ ചൊവ്വാഴ്ച രാവിലെ 11:30 സംഭവം. ये करे आओ വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മഴ പെയ്തപ്പോൾ സമീപത്തെ ആഞ്ഞിലിമരത്തിന് ചുവട്ടിലേക്ക് ഇവർ മാറി നിന്നു. ഇതിനിടെയുണ്ടായ ഇടിമിന്നലിലാണ് ഇരുവർക്കും ദാരുണാന്ത്യം സംഭവിച്ചത്. പുനലൂർ നഗരസഭയിലെ മണിയാർ വാർഡിൽ ഉൾപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മരിച്ച സരോജവും രജനിയും. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് ജോലികൾ നിലച്ചതോടെ ഇരുവരും സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ ജോലിക്കായി പോയതായിരുന്നു. മരിച്ച രണ്ടുപേരും അടുത്തടുത്ത് നിന്നാണ് ജോലികൾ ചെയ്തിരുന്നത്. മറ്റുള്ളവർ താഴെയുള്ള പുരയിടത്തിലും ജോലി ചെയ്യുകയായിരുന്നു. സരോജവും രജനിയും ഉൾപ്പെടെ 6 പേരാണ് ജോലിക്കായി ഉണ്ടായിരുന്നത്. പല ഭാഗങ്ങളിലായിട്ടാണ് 6 പേരും ജോലി ചെയ്തിരുന്നത്. മഴ പെയ്തതിനെ തുടർന്ന് രജനിയും സരോജവും പുരയിടത്തിലുണ്ടായിരുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിന്നു. മഴ തോർന്നതിന് ശേഷവും ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ അന്വേഷിച്ചപ്പോഴാണ് മരത്തിന് ചുവട്ടിൽ കിടക്കുന്നതായി കണ്ടത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30 ആയപ്പോഴാണ് ഇവർ 3 പേരും കൂടെ ഇവിടെ വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു മുറ്റത്ത്. അത് ഇവർ വരുന്ന കണ്ടുകൊണ്ട് ഞാനും എൻ്റെ വൈഫും കൂടെ ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ്, അന്നേരം ഇവർ അവിടെ നിന്ന് തുടങ്ങാനായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടെ. അന്നേരം അവിടെ കാട് കൂടുതലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ സൈഡ് കുറവാണ്, ഇവിടുന്ന് വെട്ടി തെളിച്ച് നിങ്ങൾക്ക് പോകാനും എളുപ്പമുണ്ടെന്നും പറഞ്ഞ് അവരിങ്ങനെ ഇവിടെ നിന്ന് വെട്ടി ഇങ്ങനെ ഓരോ ചെയ്യുമായിരുന്നു. അന്നേരം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അന്നേരം ഈ മറ്റേ മണിയപ്പെണ്ണൻ്റെ വൈഫും പിന്നെ എൻ്റെ മാമൻ്റെ മരുമോളും കൂടെ ഇവിടെ താഴോട്ട് പോയി. അവർ താഴെ അതിൻ്റെ റബ്ബറിൻ്റെ കാട് എടുക്കുകയെന്നും പറഞ്ഞ് അവർ പോവുകയും ചെയ്ത്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഒരു ഇച്ചിരി കഴിഞ്ഞ ഒരു മഴ പെയ്ത്.
വലിയ ചാറി പെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ കോളിന് ഞങ്ങൾ രണ്ടും കൂടെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി കക്കോട്. അവിടെ നിൽക്കുമ്പോഴാണ് ഇത് പോണക്ക് ഇങ്ങനെ ഒരു സംഭവം എന്നും പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകാനാണ് വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഇങ്ങനെ വിവരം അറിയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഇഞ്ഞ് പോകുന്നത്. ഇല്ല, നമ്മുടെ അല്ല ഇത് വേറെ പ്രിയ എന്ന് പറയുന്ന കൊച്ചിൻ്റെയാണ്. ഇവർ ഈ അയൽക്കൂട്ടത്തിൻ്റെ ഈ തൊഴിലുറപ്പ് പരിപാടി അതുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്. സ്ഥിരമല്ല, വല്ലപ്പോഴും ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പോവും. അത് കണ്ടില്ല. ഈ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചുണ്ട്, അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞങ്ങൾ ഇടയ്ക്കില്ലായിരുന്നു. മറ്റുള്ളവർ ഓടിയെത്തി പരിശോധിച്ചപ്പോൾ രണ്ടുപേരുടെയും ശരീരത്തിൽ പൊള്ളലേറ്റതായും കണ്ടു. മേളി രണ്ട് ചേച്ചിമാരാ വന്നത്. പിന്നെ ഇവിടെ രണ്ടുപേരും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇവിടെ നിന്ന് പണിയായിരുന്നു. താഴെ നിന്ന് രണ്ടുപേരും പണിഞ്ഞുകൊണ്ടിരുക. അങ്ങനെ ഒരു 11-11:30 ഇടയ്ക്കായിരുന്നു സംഭവം. അപ്പോൾ ഇടി വെട്ടുമ്പോൾ ഭയങ്കര ഇടിയായിരുന്നത്. അങ്ങനെ ഇടി വെട്ടിക്കഴിഞ്ഞപ്പം മഴയൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് രണ്ട് ചേച്ചിമാരും കൂടെ മേലോട്ട് കയറി വന്നപ്പോഴേ ഇവർ രണ്ടുപേരും ആ ആഞ്ഞിലിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കാണ് ആ അർച്ചന എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് കയറുന്നതിനകത്തൊരു ഒരു അടവിൽ അർച്ചനയെന്ന്. അപ്പൊ അർച്ചന അന്ന് അപ്പുറത്ത് വന്ന് ഹർഷണ്ണ എന്ന് കിടന്ന് വിളിച്ച്. അപ്പോഴും ഞാൻ ചോദിച്ചു എന്തോ അർച്ചന, ഹർഷണ ഇല്ല അവിടെ, അവരെവിടങ്ങാണ്ട് പോയി, രാവിലെ അവർ ഭാര്യ ഭർത്താവ് എവിടങ്ങാണ്ട് പോയി. ചോദിച്ചാൽ എന്തുവാ ചേച്ചി ഇങ്ങോട്ട് വന്നാണ്ട് ആ രണ്ട് ചേച്ചിമാർ അവിടെ അപ്പുറം ഇപ്പുറം കിടക്കുന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം കൂടെ വന്ന് ഓടിക്കൂടി. പിന്നെ വന്ന് എല്ലാവർക്കും ശരീരത്തിൽ ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അപ്പോഴത്തേന് വണ്ടി പിന്നെ വന്നു സംഭവങ്ങളായിരുന്നു രണ്ടുപേരും പറയുന്നത്. അവരങ്ങനെ ജോലിക്കൊന്നും പോകുന്നവരൊന്നും അല്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ഒരു 3-4 തൊഴിലുറപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാ അന്നേരം പിന്നെ ആ ചേച്ചി പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ വന്ന് കാർഡൊന്ന് എടുത്തു തരാം, അങ്ങനെ വന്നേന്ന് തോന്നുന്നത്. ഇടിമിന്നലേറ്റ ഇരുവരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രജനിയുടെ സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്കും സരോജത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ 11 മണിക്കും വീട്ടുവളപ്പിൽ നടക്കും. മനോജാണ് രജനിയുടെ മകൻ. ചന്തു, നന്ദു, ശ്രീകാന്ത് എന്നിവർ സരോജയുടെ മക്കളാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.